പീഡനക്കേസിൽ അറസ്റ്റ് ഉറപ്പായതോടെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖ് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നേക്കാമെന്ന സംശയത്തിൽ എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും പ്രത്യേക അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് നൽകി. സിദ്ദിഖിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, ക്രൈംബ്രാഞ്ച് SP എന്നിവരെ ബന്ധപ്പെടണമെന്നാണ് നോട്ടീസിലുള്ളത്. ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും പതിക്കാനാണ് നോട്ടീസ്. അതേസമയം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, ഏതായാലും പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥ സിദ്ദിഖിന്റെ അറസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായി. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനം വിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നു. മറ്റു വിവരങ്ങൾ? രോഹിണി, മിനിഞ്ഞാന്ന് രാവിലെ 11 മണിയോടെയാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ആ സമയത്ത് തന്നെ അറസ്റ്റ് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ വലിയ വീഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനും കേരള പോലീസിനും ഉണ്ടായിട്ടുള്ളത്. ഇതുമൂലം സിദ്ദിഖിനെ ഇതുവരെ എവിടെയെന്ന് കണ്ടെത്തുന്നതിൽ ഒരു സാഹചര്യവും പോലീസിന് ഇതുവരെ ഉരുത്തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സിദ്ദിഖിനെ പിടികൂടുന്നതിനുള്ള കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനത്തെ പോലീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച് ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ സിദ്ദിഖിന്റെ ചിത്രങ്ങളടക്കം ആരെങ്കിലും സിദ്ദിഖിനെ കണ്ടാൽ അറിയിക്കണമെന്ന് കാട്ടി അറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിന് തടസ്സവാദവുമായി സർക്കാരും അതോടൊപ്പം തന്നെ ഈ കേസിലെ പരാതിക്കാരിയും രംഗത്തെത്തിയിട്ടുണ്ട്. സിദ്ദിഖ് ഇതിൽ മുന്നോട്ട് വെക്കുന്നത് ഇത്രയും പഴക്കമുള്ള ഒരു കേസാണ്, ഇതിൽ തനിക്കെതിരെ മറ്റൊരു ക്രിമിനൽ കേസോ ഒന്നും തന്നെ ഇല്ല, ആ ഒരു പശ്ചാത്തലമുള്ള വ്യക്തിയുമല്ല. ഈ പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കാൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുക, അത്തരം നടപടികളിലേക്ക് പോകുന്നത് തടയണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് തൻ്റെയും കൂടെ ഭാഗം കേട്ടിട്ട് മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാവൂ എന്നാണ് പരാതിക്കാരിയുടെ വാദം. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും സിദ്ദിഖിന്റെ 2 വീടുകൾ, കൊച്ചിയിലുള്ള 2, കാക്കനാട്ടെയും അതോടൊപ്പം ആലുവയിലുമുള്ള വീടുകളിൽ ഇന്നലെ രാത്രിയിലും പോലീസ് എത്തിയിരുന്നു. എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ വീടിന്റെ പരിസരത്തൊക്കെ മഫ്തിയിലും മറ്റും പോലീസുകാരെ നിയോഗിച്ചിട്ടുമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റ് സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് സിദ്ദിഖ് പോകാറുണ്ടായിരുന്ന ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ പരിശോധന നടത്തിയിട്ടും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ സിദ്ദിഖിന്റെ അവസാനത്തെ 2 ദിവസത്തെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഉള്ള പരിശോധനയും നടത്തി. മറ്റ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് നേരത്തെ തന്നെ പാലാരിവട്ടം എന്ന് കണ്ടിരുന്നു. ഇന്നലെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു എന്ന് പറയുന്നു. ഏറെ നേരം നമ്പർ ബിസിയായും ആരോടോ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തിയെന്നതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല. ഈ ഒരു ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. ഇത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നില്ലേ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ അനാസ്ഥയായി തന്നെ കാണേണ്ടിയും വരും. കാരണം ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാഹചര്യം ഉണ്ട് എന്നത് നേരത്തെ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അത് പോലീസിനും ബോധ്യമുള്ളതുമാണ്. എന്നിട്ട് പോലും സിദ്ദിഖിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് നിർത്തുന്നതിൽ വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഈ നാണക്കേട് അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ 2 ദിവസത്തേക്ക് കൊച്ചിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AIG ജി പൂങ്കുഴലി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ചോദ്യം ചെയ്യലോ ഇത് ഒന്നും തന്നെ കൊച്ചിയിലെ ഓഫീസിൽ 2 ദിവസത്തേക്ക് ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ഇത്തരത്തിൽ സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായ ഒരു ഘട്ടത്തിൽ പൂങ്കുഴലി ഡൽഹിയിലേക്ക് പോയത് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ എന്നതിലും വ്യക്തതയില്ല. എന്തു തന്നെയായാലും ഇതുവരെയും അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ പിടികൂടുന്നതിൽ ക്രിയാത്മകമായ ഒരു നടപടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. രോഹിണി, അതെ, എന്തായാലും മൊഴികൾ എടുത്തപ്പോൾ തന്നെ തെളിവുകളെല്ലാം പ്രതികൂലമായിരുന്നു. പക്ഷേ യാതൊരു മുൻകരുതലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുകയാണ്. 2 ദിവസമായി ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത്. കാര്യത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രേക്ഷകർ പല കമന്റുകളും ഉണ്ടായിരുന്നു. ഒളിവിൽ പോയതാണോ, പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്തതാണോ, അതെ, അതോ അതിനു വേണ്ടിയുള്ള ഒത്താശ ചെയ്യുകയാണോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇനി സുപ്രീം കോടതിയിൽ കൂടി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതുണ്ട്. അതുവരെ പോലീസ് ഈ ഒളിച്ചുകളി തുടരും എന്നുള്ള ചില അഭിപ്രായങ്ങളും വരുന്നുണ്ട്.